ദാവീദ് തൻ്റെ അനുഭവത്തിൽ കൂടെ വലിയൊരു മഹത്തായ കാര്യം പ്രസ്താവിക്കുകയുണ്ടായി. 2 ശമൂവേൽ 22 20 അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, അവൻ എന്നെ വിടുവിച്ചിരിക്കുന്നു, അവൻ എന്നിൽ പ്രസാദിച്ചിരിക്കയാൽ അതെല്ലാം എനിക്ക് വേണ്ടി ദൈവം ചെയ്തു. മഹത്തായ സാക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. ഈ ഞെരുക്കങ്ങളിൽ കൂടെ കടന്നുപോയവർക്ക് മാത്രമേ വിശാലതയുടെ മഹത്വം എന്താണെന്ന് അവർക്ക് അനുഭവിച്ചറിയാൻ കഴിയുകയുള്ളൂ. ജനിക്കുമ്പോൾ മുതൽ വിശാലതയിലാണെങ്കിൽ അവരെന്ത് വിശാലതയെക്കുറിച്ച് സംസാരിക്കാൻ? വിശാലത എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പോലും അവർക്കറിയില്ല. അതെങ്ങനെയാണ് അതിനൊരു നാമീകരണം കൊടുക്കുന്നുണ്ടെന്ന് പോലും സാധുക്കളായവരുടെ സാക്ഷ്യത്തെ അവർ നിരാകരിച്ചു കളയും, പുച്ഛിച്ചു തള്ളും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകപ്രകാരം ഉള്ള വിശാലതയുണ്ട്, ആത്മീകമായ വിശാലതയുമുണ്ട്. നമ്മൾ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടൊക്കെ ഒരു വിശാലത നേടിയാൽ ആ വിശാലത എന്ന വാക്കിൻ്റെ പിന്നിൽ നമ്മൾ മീൻ ചെയ്യുന്നത് എപ്പോഴും സാമ്പത്തികമായ ഭദ്രത, ഇല്ലെങ്കിൽ ഒരു ഭവന ഭദ്രത, ഇല്ലെങ്കിൽ സുഖ സൗകര്യ ഭദ്രത, നേട്ടങ്ങളുടെ ഭദ്രത, ജോലി ഭദ്രത, ഇതെല്ലാം നമ്മൾ അതിൽ മീൻ ചെയ്യും. വിശാലതയിലേക്ക് കൊണ്ടുവന്നെന്നൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടില്ലേ? കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ ഇടുക്കമായ പാതകളിലൂടെ കടന്നുപോയി, പട്ടിണിയില്ലായിരുന്നു, ജോലിയില്ലായിരുന്നു, വരുമാനങ്ങളൊന്നുമില്ലായിരുന്നു, ഭവനമില്ലായിരുന്നു, എന്നാൽ ദൈവം ഞങ്ങൾക്ക് ഒരു വലിയ മനോഹരമായ ഭവനം തന്നു. ഇതൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്നാൽ ദൈവം ഒരു മനുഷ്യന് ഒരു നന്മ വിശാലതയുടെ അന്തരീക്ഷത്തിൽ കൊടുക്കുമ്പോൾ ആ വിശാലത അവൻ്റെ ഹൃദയത്തിലും കടന്നു വന്നില്ല എങ്കിൽ ദൈവം അവന് കൊടുത്ത വിശാലതയിൽ പരിതപിക്കും, ദുഃഖിക്കും, പശ്ചാത്തപിക്കും. ഒരിക്കൽ ഒരു പാവപ്പെട്ട കുടുംബം, ഭവനമില്ലായിരുന്നു, സ്വന്തമായിട്ടൊരു വീടില്ല, പലരോടും പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചു. ഒരു വീട് വേണം, വീട് വേണം. 1 സെന്റ് ഭൂമി പോലുമില്ല. അവർ വഴിയോരങ്ങളിലും ഒക്കെ പാർത്തതിന് ശേഷം ചെറിയ ജോലികളൊക്കെ ചെയ്ത് വാടകയ്ക്ക് താമസിച്ച് ആ വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ആ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നാൽ ഒരു സമയത്ത്, ഒരു ദിവസം ദൈവം അത്ഭുതകരമായ വഴി അവർക്ക് തുറന്നതിന് ശേഷം അവർക്ക് നല്ലൊരു ഭവനം, ഭേദപ്പെട്ട ഒരു ഭവനം. എന്നാൽ ഈ ഭവനം അവർക്കുണ്ടാകുന്നതിന് മുമ്പ് അവരുടെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന, കർത്താവേ, സ്വന്തമെന്ന് പറയാൻ ഞങ്ങളെ ഇറക്കി വിടാനാത്ത, ഞങ്ങളുടെ സ്വന്തമെന്ന് അവകാശപ്പെടുവാൻ ഒരു ഷീറ്റിട്ട വീടായാലും മതി. പഴയ ഭാഷയിൽ പറഞ്ഞാൽ ഓലമേഞ്ഞ വീടാണെങ്കിലും മതി, കട്ട കിട്ടിയ വീടാണെങ്കിലും മതി. ഞങ്ങളുടെ സ്വന്തമായിട്ട് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഭർത്താവിനും ഞങ്ങൾക്ക് സന്തോഷമായിട്ട് കഴിയുവാൻ ഞങ്ങൾക്ക് സ്വന്തമായ ഒരു കിടക്കാടം, ഞങ്ങളുടെ പാത്രങ്ങളും ഞങ്ങളുടെ കിടക്കുകളും വസ്ത്രങ്ങളും വയ്ക്കാൻ ഞങ്ങൾക്കൊരിടം കർത്താവെ തരണം. ഇതായിരിക്കും നമ്മുടെ പ്രാർത്ഥന, സ്വന്തമായിട്ടൊന്നില്ല എങ്കിൽ. എന്നാൽ അത് ദൈവം തന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ മെച്ചപ്പെട്ടതായി നാം പ്രതീക്ഷിക്കുന്നു, സ്വപ്നം കാണുന്നു. ഇങ്ങനെ ഈ പാവപ്പെട്ട കുടുംബത്തിന് ദൈവം വിശാലമായ ഒരു ഭവനം കൊടുത്തു. എന്നാൽ ആ ഭവനം കൊടുത്തപ്പോൾ ദൈവം അടങ്ങിയിരുന്നില്ല. അവരുടെ സാക്ഷ്യത്തിനും സന്തോഷത്തിനും ദൈവം സാക്ഷ്യം വഹിച്ചുകൊണ്ട് മൗനമായിരുന്നില്ല. വിശാലതയിൽ ഇവർ എങ്ങനെ പാർക്കുന്നു എന്ന് ദൈവം നോക്കിക്കൊണ്ടിരുന്നു. നോക്കൂ, ഒരു ദിവസം ഒരു പാവപ്പെട്ട ഒരു സഹോദരൻ ആ ഭവനത്തിലേക്ക് ചെന്നു. അല്പ ആഹാരം വിശന്നിട്ട് ചോദിച്ചു. ഒരു ദിവസം രാത്രിയിൽ വഴിയാത്രയിൽ വന്നതാണ്. തനിക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലമില്ല, അല്ലെങ്കിൽ സുരക്ഷിതമായി കിടക്കാൻ ഒരു സ്ഥലമില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പോകുവാൻ ഉള്ള സൗകര്യത്തോടു കൂടി ഈ ഭവനത്തെ തീർച്ചയായിട്ടും അവരനുവദിക്കും എന്നുള്ളതായ ഒരു വിശ്വാസം. കാരണം ഈ പ്രിയപ്പെട്ടവർ ഭവനമില്ലാതിരുന്ന കാലത്ത് ഇവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒരു സഹോദരനാണ്. എന്നാൽ ഈ സഹോദരൻ സന്ധ്യാസമയത്ത് അവരുടെ വീട്ടിൽ വന്നപ്പോൾ വീടിനകത്തൊരു കുശുകുശുപ്പ്. എന്താണെന്നറിയാമോ? ഇദ്ദേഹം കള്ളനാണോ,
ദുഷ്ടനാണോ എന്ന് എങ്ങനെ അറിയാം? നമ്മുടെ ഭവനത്തിൽ കയറി പാർപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ കാല് കണ്ടില്ലേ? എല്ലാം അഴുക്ക് നിറഞ്ഞ കാല്, ഇട്ടിരിക്കുന്ന ചെരുപ്പെല്ലാം ചള്ളയും അഴുക്കുമുള്ളത്. വസ്ത്രങ്ങൾ നമ്മുടെ കിടക്കയിലൊക്കെ കയറി കിടന്നാൽ നമ്മുടെ വീട് അശുദ്ധമാകുമല്ലോ. നമുക്കതിന് പറ്റിയതാണോ എന്നൊക്കെ അവർ തമ്മിൽ ഒരു സംസാരം, കുടുംബമായിട്ടൊരു ഡിസ്കഷൻ. എന്താ സംഭവിച്ചെന്നറിയാമോ? ആ സഹോദരൻ ഈ പാവം പിടിച്ച സഹോദരനോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഇച്ചിരി അസൗകര്യങ്ങളുണ്ട്, ചില കാരണങ്ങൾ കൊണ്ട് ചില അസൗകര്യങ്ങളുണ്ട്, വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം നോക്കണം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആ വന്നു കയറിയ സാധുവായ സഹോദരൻ ഒരു വിഷമവും കൂടാതെ, സാരമില്ല, ദൈവം വേറൊരു സ്ഥലം എനിക്ക് ഒരുക്കും എന്ന് പറഞ്ഞ് വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങി. അദ്ദേഹം സങ്കടത്തോടുകൂടി കടന്നു പോകുമെന്ന് ഇവർ വിചാരിച്ച് ഇവർ മറഞ്ഞു നിന്ന് നോക്കി. വീട്ടുമുറ്റത്തിറങ്ങുകയും ആ വന്ന അതിഥിയായ മനുഷ്യനെ കാണാനില്ല. നടന്ന സംഭവം. എങ്ങോട്ട് പോയി? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ പിറ്റേ ആഴ്ചയിൽ ഈ ഭവനം അവർക്ക് കൊടുത്തതായ ഒരു സഹോദരനുണ്ട്. അദ്ദേഹം അമേരിക്കയിലായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്ന് പറഞ്ഞു, ഈ ഭവനം പെട്ടെന്ന് ഒഴിഞ്ഞു തരണം. നിങ്ങളുടെ പേരിൽ തരാൻ നേരത്തെ ഞാൻ പദ്ധതി ഇട്ടിരുന്നു, എന്നാൽ അത് എൻ്റെ അഭിപ്രായം മാറ്റി. ആരാ വന്നതെന്നറിയാമോ? സാധുവായ സഹോദരൻ്റെ വേഷത്തിൽ ഈ ഭവനത്തിലേക്ക് വന്നത് വീട്ടുടയവൻ തന്നെയാണ്. എന്നാൽ അത് തിരിച്ചറിയുവാനുള്ള കഴിവ് അവർക്കില്ലാതായിപ്പോയി. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, വിശാലത വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടായില്ല എങ്കിൽ ദൈവം അത് ശിക്ഷയ്ക്ക് കാരണമാക്കും. എന്നാൽ ദൈവം മനുഷ്യന് വിശാലത കൊടുക്കുമ്പോൾ അവനൊരു ആത്മീയനാണെങ്കിൽ ആ വിശാലതയെ ഉൾക്കൊള്ളും. താൻ മുൻപേ ഏതവസ്ഥയിലായിരുന്നുള്ളതായ ഒരു ചിന്ത അവനുണ്ടാകും. ആത്മീകമായ വിശാലതയും ഭൗമികമായ വിശാലതയും ഉണ്ട്. ഭൗമിക മനുഷ്യൻ വിശാലതയെ സാമ്പത്തികവും ഭൗമികമായ നന്മകളോട് ചേർത്ത് അവർ പറയുന്നു, അവർ സാക്ഷിക്കുന്നു, അവർ സംസാരിക്കുന്നു. എന്നാൽ ഒരു ആത്മീയന്റെ ഭാഷയിൽ വിശാലത വരുമ്പോൾ അവൻ എത്ര ചെറിയ ഭവനത്തിൽ പാർത്തിരുന്നാലും, എത്ര ഇല്ലായ്മയിലായിരുന്നാലും ശരി, അവന്റെ ജീവിതത്തിൽ ഒരു വിശാല ഹൃദയം ദൈവം കൊടുക്കും. ദൈവം പ്രസാദിക്കുന്നത് അങ്ങനെയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ ആ വിശാല ചിന്താഗതിയെക്കുറിച്ച്, വിശാലതയെക്കുറിച്ച് അവിടെ നല്ല വ്യക്തമായി അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഒരു മനുഷ്യനിൽ വിശാലം വരുമ്പോൾ, വിശാലതയായ ആ അനുഭവത്തിലേക്ക് അവൻ വരുമ്പോൾ, അതിൻ്റെ ആ വിശാലതയ്ക്ക് പൗലോസ് ഇടുന്ന പേര് സ്നേഹം. ആ സ്നേഹം അവനിൽ കടന്നു വരുമ്പോൾ എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം വഹിക്കുന്നു, എല്ലാം മറന്നു കളയുന്നു. എല്ലാറ്റിനും ദൈവത്തോടുള്ളതായ ഒരു ബന്ധം. ദാവീദ് പറയാണ്, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കുറ്റിക്കാടുകളിലും മരുഭൂമിയിലും ഗുഹകളിലും ഒക്കെ പാർത്തിരുന്നു. ആരെയും അവനോടൊപ്പം ഒത്തുകൊള്ളുവാനും ചേർത്തുകൊള്ളുവാനും അവന് കഴിവില്ലാതെ അവന്റെ വിശാല മനസ്ഥിതിയെ ദൈവസന്നിധിയിൽ ഓർത്തവൻ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു. കേവലം കുറച്ച് കടമുള്ളവരും ഭാരമുള്ളവരും ഞെരുക്കമുള്ളവരും മാത്രം. എന്നാൽ അവന്റെ കഷ്ടതയിലും അവന്റെ ഞെരുക്കത്തിലും അവരെ തള്ളിക്കളഞ്ഞില്ല. ദാവീദിനോടൊപ്പം നടന്നവരൊക്കെ കടമുള്ളവർ, ആർക്കും വേണ്ടാത്തവർ, ബലഹീനരായവർ, നിന്ദിതർ. രാജാവും കൂട്ടരും ഭരണകക്ഷികളെല്ലാം കൂടെ എതിർക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ ദാവീദ് അവരെയെല്ലാം തന്നോടൊപ്പം ചേർത്തു. യാത്രയാണ്. തൻ്റെ ഇല്ലായ്മയിലും അവർക്ക് വേണ്ടി ദാവീദ് പോഷിപ്പിച്ചു. പലയിടത്തും ചെന്ന് അവർക്ക് വേണ്ടി സംസാരിച്ചു. കാരണം അവന് സ്വന്തം ഭവനമില്ല, അവന് രാജവാഴ്ചയില്ല, അവന് അധികാരങ്ങളൊന്നുമില്ല. ജീവപ്രാണന് വേണ്ടി അവൻ ഓടി നടക്കുകയാണെങ്കിലും ആ ഓടി നടത്തത്തിലും അവൻ്റെ ഹൃദയത്തിൽ ദൈവം വിശാലത കൊണ്ടുവന്നു. ആ വിശാലമായ ഹൃദയത്തിൽ എന്താണെന്നറിയോ, ദൈവം പിന്നീട് അവനെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ദൈവത്താൽ കൊടുത്ത എൻ്റെ ദാസനായ ദാവീദ്, അവനെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നതായ വിശാലത നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തും. സകലരെയും ഉൾക്കൊള്ളുവാനുള്ള, അല്ലെങ്കിൽ സകലത്തെയും അംഗീകരിക്കുവാനുള്ള ഒരു മനസ്ഥിതി നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകും.
ദൈവം നമുക്ക് വിശാലത കൊണ്ടുവരുമ്പോൾ, ഒരു മനുഷ്യനിൽ വിശാലത കൊണ്ടുവരുമ്പോൾ, കർത്താവ് തന്നതായ വാഗ്ദത്തം ഒരു കൂട്ടം മനുഷ്യരെ സ്വർഗത്തിൽ കൊണ്ടുപോയി കസേരയിൽ ഇരുത്തുന്ന സുവിശേഷമല്ല കർത്താവ് കൊണ്ടുവന്നത്. ഈ ഭൂമിയിൽ സ്വർഗീയ അനുഭവം മനുഷ്യന് പ്രാക്ടീസ് ചെയ്യാൻ കഴിയണം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. കർത്താവ് പറഞ്ഞതായ സുവിശേഷത്തിന്റെ എല്ലാം അന്ത്യം നടക്കുന്നത് മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. നാം വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായം വായിച്ചു നോക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന്, സിംഹാസനത്തിൽ നിന്ന് ഒരു ശബ്ദം പറയുന്നത് കേട്ടത്, വരിക, ഞാൻ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. അപ്പോൾ യോഹന്നാൻ വളരെ ആഗ്രഹത്തോടുകൂടെ നടന്നു ചെന്നു. ആരാണ് ഈ മണവാട്ടി എന്ന് കാണാൻ. പെട്ടെന്ന് യോഹന്നാനെ കാണാനിടയായത് ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന ഒരു മണവാട്ടിയെ പോലെ പുതിയ ജെറുസലേം സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് താഴേക്കിറങ്ങി വരുന്നത് കണ്ടു. മനുഷ്യരെ മേളിൽ കൊണ്ടുപോയി കസേരയിൽ ഇരുത്തുകയല്ല ദൈവത്തിന്റെ പദ്ധതി. മുകളിൽ നിന്ന് ദൈവം താഴേക്കിറങ്ങി വന്ന് അതിനുശേഷം പറയുന്ന ഒരു വാക്ക്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. താഴേക്കിറങ്ങി വരിക. നമ്മളെല്ലാവരും സ്വർഗത്തിൽ ചെന്ന് ആരോടും പറയാതെ കിട്ടുന്ന സ്വർഗത്തിൽ കസേരയിലിരുന്ന്, സിംഹാസനത്തിലിരുന്ന് മിടുക്കികളാകുവാൻ കാത്തിരിക്കുക. പക്ഷേ ദൈവത്തിന്റെ വചനം നമ്മെ സ്വർഗത്തിൽ കൊണ്ടിരുത്തുകയല്ല, സ്വർഗത്തിൽ നിന്ന് താഴേക്കിറക്കി മനുഷ്യരോടുകൂടെ ദൈവിക സ്വഭാവത്തോടുകൂടെ പാർക്കുന്ന ഒരു അനുഭവം. മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവം മനുഷ്യരുടെ കൂടെ പാർക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം ദൈവം ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത് നമ്മുടെ അനുഭവത്തിനായി, പ്രാക്ടീസിനായി കൊണ്ടുവരും. ദൈവിക സ്വഭാവത്തിൽ നമുക്ക് അനുരൂപപ്പെടുവാൻ കഴിയുന്നുണ്ടോ? വിശാലതയിലേക്ക് വരുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഹൃദയം വിശാലമാകണം, അല്ലേ? ഇടുങ്ങിയ മനസ്സോടുകൂടെ ദൈവത്തെ കാണാൻ കഴിയില്ല. ഇടുങ്ങിയ ആ ഇടുക്കത്തിൽ നിന്ന്, ആ ചിന്താഗതിയിൽ നിന്ന് ദൈവം നമുക്ക് വിശാലത കൊണ്ടുവരുമ്പോൾ ആ വിശാലതയെ സാമ്പത്തികമായ ഭദ്രതകളോടും നേട്ടങ്ങളോടും ഉയർച്ചകളോടും ചേർത്ത് വായിക്കരുത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ വിശാലത, സകലതിനെയും ഉൾക്കൊള്ളുവാനും സഹിക്കുവാനും വഹിക്കുവാനുമുള്ള ഒരു വലിയ മനസ്സ് അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. അവൻ എന്നെ വിടുവിച്ചിരിക്കുന്നത്. അതാണ് യഥാർത്ഥമായ റിഡംപ്ഷൻ. അതാണ് യഥാർത്ഥമായ രക്ഷ, വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അവൻ എന്നെ ചേറ്റിൽ നിന്ന് ഉയർത്തി. അവൻ കുഴിഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ ഉയർത്തി. എൻ്റെ കാൽ വഴുതി പോകാമായിരുന്നെങ്കിലും ആ വഴുതിയിരുന്ന ചേറ്റിൽ നിന്ന് അവൻ എന്നെ ഉയർത്തി, എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. ഒരു പാറമേൽ നിർത്തി. എൻ്റെ വായിൽ പുതിയൊരു പാട്ട് വന്നു, ദൈവത്തിന് സ്തുതി തന്നെ. പ്രൈസ് ദി ലോർഡ്. ഈ വിശാലതയെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന ജീവിതങ്ങളായി, ദൈവസന്നിധിയിൽ പ്രസാദമുള്ളവരായി ജീവിക്കുന്നവരെ ചേർത്തുകൊണ്ടുള്ളതായ ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവരോടൊപ്പം ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവത്തിന്റെ കൂടാരം നാം ചിന്തിക്കുന്നതിലും നാം ഇമാജിൻ ചെയ്യുന്നതിലുമെല്ലാം വളരെയധികം വിശാലമാണ്. വിശാല ദേശത്തേക്കുള്ള യാത്ര. ഈ യാത്രയിൽ ദൈവിക സ്വഭാവം ഉൾക്കൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.